السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا മുഹമ്മദ്. നമ്മുടെ ജീവിതം അത് ഒരുത്തൻ്റെ മുമ്പിൽ അഥവാ ഏകനായ നിരാശ്രയനായ അജയ്യനായ റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ബോധത്തോടുകൂടിയാണല്ലോ വിശ്വാസി ജീവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്തും കാണാനും കേൾക്കാനും പറയാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഒരു വിശ്വാസിക്ക് പറ്റില്ല. അവന് ധാരാളം വിഷയങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ധാരാളം വിഷയങ്ങൾ അവനക്ക് അനുവദനീയമാക്കപ്പെട്ടിട്ടുമുണ്ട്. അതിൽ ഹലാലും ഹറാമും അഥവാ നിഷിദ്ധമാക്കപ്പെട്ടതും അനുവദനീയമാക്കപ്പെട്ടതും വേർതിരിച്ച് മനസ്സിലാക്കി ഹറാമ് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തി ഹലാല് പ്രവർത്തിക്കാൻ വിശ്വാസി എപ്പോഴും തയ്യാറാവണം. അതിന് ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിൽ ഹലാലും ഹറാമും കടന്നു വരുമ്പോൾ ഹലാലിൻ്റെയും ഹറാമിൻ്റെയും ഇടയിൽ ഒരു വേലി, ഒരു മറ നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കണം. അഥവാ ഒരു വിഷയത്തിൽ ഹലാലായതും ഹറാമായതും നമുക്ക് മുന്നിലുണ്ട് എങ്കിൽ അതിൽ ഹറാമ് പൂർണ്ണമായി മാറ്റിവെച്ച് ഹലാൽ മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. കച്ചവടം ചെയ്യുന്ന വ്യക്തി ആ കച്ചവടത്തിൽ മറ്റുള്ളവരെ വഞ്ചിച്ച് ചതിച്ച് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിയൊക്കെ കച്ചവടം ചെയ്യുക എന്നുള്ളത് കടുത്ത ഹറാമാണ്. എന്നാൽ നേരാവണ്ണം ഒരാളെ വഞ്ചിക്കാതെ ചതിക്കാതെ ഉള്ളതുപോലെ പറഞ്ഞ് ഉള്ളതുപോലെ കാണിച്ചു കൊടുത്ത് ആ രൂപത്തിൽ കച്ചവടം ചെയ്യൽ ഹലാലുമാണ്. അപ്പോൾ ഈ ഹലാല് തിരഞ്ഞെടുത്ത് ഹറാമ് മാറ്റി നിർത്താൻ അവനക്ക് സാധിക്കണം. ചെയ്യുന്ന ജോലി അതൊരു പക്ഷേ പലിശയുമായി ഇടപാട് നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോൾ അതിൽ കൂടുതലും ഹറാമായ വിഷയത്തിലേക്ക് അവൻ എടുത്തു ചാടപ്പെടാൻ വളരെയധികം സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത്തരം ജോലികൾ മാറ്റിവെച്ചുകൊണ്ട് റബ്ബ് പൊരുത്തപ്പെടുന്ന ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്ന ഹലാലായ ജോലി മാത്രം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഈ ഹലാലായ ജോലിയുടെയും ഹറാമായ ജോലിയുടെയും ഇടയിൽ ഒരു വേദി നാം സ്ഥാപിച്ചുകൊണ്ട് നാളെ ആഖിറ വിജയം ആഗ്രഹിച്ച് റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഞാൻ ഭക്ഷിക്കുന്ന എൻ്റെ ഭക്ഷണം, ഞാൻ എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം തുടങ്ങിയവർക്ക് നൽകുന്ന ഭക്ഷണം ഇതൊക്കെ ഹറാമായി കഴിഞ്ഞാൽ എൻ്റെ ഇബാദത്തുകൾ, ഞാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥ വന്നു പോകുമെന്നുള്ള അബോധത്തോടുകൂടെ ഹറാം ജീവിതത്തിൽ മാറ്റി വെക്കാൻ നമുക്ക് സാധിക്കണം. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഹറാമായ കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴി നാം കാണേണ്ടി വരും. നാം അത്തരം ദുഷിച്ച ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സ് കൂട്ടിക്കൊണ്ടുപോകാൻ സോഷ്യൽ മീഡിയയ്ക്ക് കഴിയും. അതുകൊണ്ട് തന്നെ അതിൽ ധാരാളം ഹലാലായ നമുക്ക് ഉപകാരപ്പെടുന്ന ധാരാളം വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതും നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഒരു മറ സൃഷ്ടിച്ച് ഹറാം ഒരിക്കലും കാണാതിരിക്കാൻ, അത്തരം ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടുപോകാതിരിക്കാനുള്ളൊരു മറ നാം സൃഷ്ടിച്ചുകൊണ്ട് നല്ലത് കാണാൻ, നല്ലത് മാത്രം പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനൊക്കെ ഉതകുന്ന രൂപത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ നികില മേഖലകളിലും നാം സംശുദ്ധമായ ജീവിതം നയിക്കാൻ ഹലാലായ നമുക്ക് അനുവദിക്കപ്പെട്ടത് മാത്രം കാണാനും ചെയ്യാനും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് സാധ്യമായി ഹറാം ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചാൽ അവൻ സ്വന്തം അഭിമാനം രക്ഷപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ദീനനുസരിച്ച് ജീവിക്കാനും അദ്ദേഹത്തിന് സാധിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ ഒരു ഭാഗത്ത് കാണാം, ഇജ്അലൂ ബൈനക്കും വബൈനൽ ഹറാമി സുത്രത്തു മിനൽ ഹലാൽ. നിങ്ങൾ ഹലാലിൻ്റെയും ഹറാമിൻ്റെയും ഇടയിൽ ഒരു സുത്രത്ത്, ഒരു മറ, ഹലാലിനായുള്ള ഒരു മറ നിങ്ങൾ സൃഷ്ടിക്കണം. മൻ ഫഅല ദാലിക ഇസ്തബറ ലിഇർളിഹി വദീനിഹി. അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചാൽ അയാളുടെ സ്വന്തം അഭിമാനത്തെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ദീനിനെയും സംരക്ഷിക്കാൻ അയാളെ കൊണ്ട് സാധിക്കും എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലായി ജീവിച്ചു മരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.